Hello gamers, welcome back to the world of gaming. It's me Strange here. ഗൈസ് എല്ലാവരും ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ പിന്നെയും ഗ്രാനി ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ നമ്മുടെ പ്രീവിയസ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മുടെ ലാസ്റ്റ് 2 ഗെയിം പ്ലേസും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്തമായിരുന്നു. നമ്മളെ നമ്മുടെ ഗ്രാനി അമ്മച്ചി ഒന്ന് പിടിച്ചായിരുന്നു. ഇപ്രാവശ്യമെങ്കിലും നമുക്ക് ഗ്രാനിയുടെ ഹൗസിൽ നിന്ന് എസ്കേപ്പ് ആവണം ഗൈസ്. നമുക്കിപ്പം ഏകദേശം ഗ്രാനിയുടെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ ബിഹേവിയറൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആഞ്ചുക്കുട്ടിയൊക്കെ നമ്മുടെ താഴെയുണ്ട്. അവനെ എങ്ങനെ ഫൂളാക്കണമെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇപ്രാവശ്യമെങ്കിലും നമുക്ക് ഗ്രാനിയുടെ ഹൗസിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒട്ടും വൈകുന്നില്ല, ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, അപ്പോൾ ഡേ 1 ആണ്. ഇപ്രാവശ്യം നമുക്ക് ഗ്രാനിയുടെ ഹൗസിൽ നിന്ന് എസ്കേപ്പ് ആയേ പറ്റൂ. കാരണം നമുക്ക് ഗ്രാനി ഗെയിം സീരീസ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാനായിട്ട് പറ്റില്ല. കാരണം നമുക്ക് ഇനി ഒരുപാട് ഗെയിംസ് ട്രൈ ചെയ്യാനായിട്ടുള്ളതാണ്. നമുക്ക് ഇപ്രാവശ്യം ഉറപ്പായിട്ടും ഗ്രാനിയുടെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആയേ പറ്റൂ. നമ്മുടെ ഗ്രാനി അമ്മച്ചി ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണും. എന്തായാലും നമ്മുടെ ട്രിക്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഗ്രാനിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാം. നമ്മുടെ അമ്മച്ചി കയറി വരുന്നുണ്ട്. അമ്മച്ചിക്ക് നല്ല സ്പീഡാണ് കേട്ടോ, സീരിയസ്ലി പറയാണ്. ഗൈസ്, നമ്മൾ എക്സ്ട്രീമിലാണോ കളിക്കണേ? നമ്മൾ എക്സ്ട്രീമിലാണോ കളിക്കണേ? ഗ്രാനിക്ക് ഇച്ചിരി സ്പീഡ് കൂടുതലുള്ള പോലെ തോന്നണം. എന്തേലും ആട്ടെ, ഗ്രാനിക്ക് സ്പീഡ് കൂടുതലുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും ചിലപ്പോ. ഓക്കെ, അമ്മച്ചി പോയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കയ്യിൽ നമ്മുടെ ബൗളുണ്ട്. ബൗളിൻ്റെ ഒന്നും യൂസ് ഒന്നും ആയിട്ടില്ല. എന്താണേലും നമുക്ക് നമ്മുടെ സ്റ്റോർ റൂമിൽ എല്ലാം കൊണ്ടുപോയി ഇപ്രാവശ്യമെങ്കിലും നമുക്ക് അവിടുന്ന് എസ്കേപ്പ് ആവണം ഗൈസ്. നമുക്ക് ഗ്രാനി ഓക്കെ, ഷോർഗണിൻ്റെ ഒരു പാട്ട്, റൂമിൻ്റെ കോഡ്. എൻ്റെ മോനെ പൊളി. 2 ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വെക്കാം. തള്ള ഇപ്പോൾ വരും ഇതില്. അമ്മച്ചീനെ കൊണ്ട് വലിയ വള്ളിയാണ് കേട്ടോ. Where are you? ഓക്കെ, അമ്മച്ചി ഇതിലേ പോയിരിക്കുകയാണ് ഗൈസ്. താഴെ നമ്മൾ ആ ഒച്ച ഉണ്ടാക്കിയെടുത്തോട്ടായിരിക്കണം പോയിരിക്കുന്നത്. ഓക്കെ, ഇതെന്ത് പ്ലേ ഹൗസ് കീയാ? ഓക്കെ, പ്ലേ ഹൗസ് കീ കിട്ടി. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. പ്ലേ ഹൗസ് കീ സ്റ്റോർ ചെയ്യണ്ട, നമുക്ക് നേരെ പോയി അങ്ങ് യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണും. ഓക്കെ, അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്രാവശ്യം നമുക്ക് മാക്സിമം പെട്ടെന്ന് തീർക്കാമെന്ന് നോക്കാം ഗൈസ്. നമുക്ക് ട്രൈ ചെയ്യാം. ഞാൻ നമുക്ക് ഒരു ഉറപ്പും പറയുന്നില്ല. അവിടെ എന്തോ മിസ്സിങ് ആണ്. അമ്മച്ചി വന്നു. പ്ലേ ഹൗസിനകത്തോട്ട് കയറി പോകുന്നുണ്ട് അമ്മച്ചി. അവിടെ എന്താണ് ആഡ് ചെയ്യാനുള്ളത്? അതിന്റെ എലമെന്റ്സ് നമുക്ക് എവിടുന്നേലും കിട്ടുമായിരിക്കും. കയറിപ്പോട്ട് നമുക്ക് സാധനങ്ങൾ കളക്ട് ചെയ്യാം. പ്ലേ ഹൗസ് കീ കൊണ്ട് ഇനി ഉപകാരമൊന്നുമില്ല. നമുക്ക് പ്ലേ ഹൗസ് കീ ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് ഗ്യാസ് വെള്ളം എടുത്തുകൊണ്ട് പോവാം. ഇതെന്താ അമ്മച്ചി തിരിച്ചു വരണേ? അതെന്താ അമ്മച്ചി ഇപ്പൊ തിരിച്ചു വന്നേ? അമ്മച്ചി ഇവിടുന്ന് ഒച്ച കേട്ടേ? അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞപ്പോ ശബ്ദം കേട്ടിട്ടുണ്ടാവോ? ഓക്കെ, അമ്മച്ചി കയറി പോട്ടെ. ആ റിസ്ക് എടുക്കണില്ല നമ്മള്. കയറിപ്പോട്ടെ.
ഇതിനകത്ത് ഹോബിയില് ഗൈസ് എനിക്ക് തോന്നുന്നു നമ്മുടെ കോഗ്വീൽ അവിടെയാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടാ. പ്ലേ ഹൗസ് അതിന് താഴെ അങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ആയിരിക്കണം നമ്മുടെ കോഗ്വീൽ യൂസ് ചെയ്യേണ്ടത്. സോ എനിവേ കോഗ്വീൽ നമുക്ക് കിട്ടിയിട്ടില്ല. സോ നമുക്ക് കിട്ടിയ സാധനങ്ങൾ അവിടെ കൊണ്ടുപോയി കളക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഗ്യാസോല്. ഓക്കെ, ഗ്യാസോലിന് അവിടെ ഇരിക്കട്ടെ. ഈ ക്യാൻഡിൽ ഈ ക്യാൻഡിൽ ഇച്ചിരി വിഷയമാണ് കേട്ടാ നമുക്ക്. ഓക്കെ, ബുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇതിനകത്ത് വല്ലതും ഉണ്ടോ? അതിനകത്തൊന്നും ഇല്ല ഇപ്രാവശ്യം. അതെന്തൊരു. ഓക്കെ, നമ്മുടെ ബുക്ക് ഇവിടെ ഉണ്ട്. ബുക്ക് നമുക്ക് മേളിൽ കൊണ്ടുപോയി വേണേ വെക്കാം. ഞാൻ ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് ഒരു സംശയം. നമ്മളിപ്പോ ശബ്ദം വല്ലതും ഉണ്ടാക്കിയായിരുന്നോ? ഗ്രാനി നമ്മളെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ടാണ്. സ്പോട്ട് ആക്കിയിട്ടില്ല കേട്ടാ. ഓക്കെ, അമ്മച്ചി കയറി വരുന്നുണ്ട്. ഷോർട്ട് ഗണ്ണിന്റെ പാർട്ട് കിട്ടി. ഷോർട്ട് ഗണ്ണിന്റെ പാർട്ട് കൊണ്ട് അസംബിൾ ചെയ്യണ്ട, നമുക്ക് നേരെ അവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യാം. ഇപ്പൊ തൽക്കാലം നമുക്ക് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാം ഗൈസ്. അസംബിളിങ്ങിലോട്ട് ഇപ്പൊ പോകണ്ട, കാരണം പാർട്സ് എല്ലാം ആയിട്ട് അസംബിൾ ചെയ്യുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. ഓക്കെ, നമ്മുടെ എഞ്ചിൻ പാർട്ടൊക്കെ മേളിൽ ഇരിപ്പുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ എടുത്തോണ്ട് വരണം. അതിന് മുമ്പ് നമുക്ക് താഴെ നമ്മുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് പോയി നോക്കാം. അവിടെ എന്തെങ്കിലും ഐറ്റം കളക്ട് ചെയ്യാനുണ്ടോ എന്ന് നമുക്ക് പോയി നോക്കാം. ഓക്കെ, നമ്മുടെ ചെയിൻ കട്ടർ എവിടെയാണ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. നമ്മുടെ ആഞ്ചിക്കുട്ടിയുടെ അടുത്താണ് കേട്ടോ. അവിടെ ഒരു ടാങ്ക് ഉണ്ട്. ബട്ട് ബിഫോർ ദാറ്റ് ഇതിനകത്ത് വല്ലതും ഉണ്ടോ? ഇല്ല. ഓക്കെ, നമ്മുടെ സ്പൈഡർ കീ അമ്മച്ചി തന്നിട്ടുണ്ട്. അമ്മച്ചി സ്പൈഡർ കീ ഇട്ട സൗണ്ട് നമുക്ക് കേൾക്കാം. നമുക്ക് സ്പൈഡർ കീ പോയി കളക്ട് ചെയ്തിട്ട് നമ്മുടെ ആഞ്ചിക്കുട്ടിയുടെ അടുത്തോട്ട് പോകാനുള്ള വാതിൽ നമുക്ക് തുറക്കണം ഗൈസ്. സോ ആഞ്ചുകുട്ടി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും അവിടെ. അതുകൊണ്ട് നമുക്ക് പോയി ആഞ്ചുകുട്ടീനെ. ഇവിടെ എന്താ ഗൈസ് 2-3 തവണയായിട്ട് ഇവിടെ ഉണ്ട്. ബാറ്ററി ഉണ്ടായിരുന്നു. ഗ്രാനി ഇപ്പൊ വരും ചിലപ്പോ. ഇല്ല. ഓക്കെ, സ്പൈഡർ കീ കിട്ടിയിട്ടുണ്ട് നമുക്ക്. സോ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് പതിയെ കറങ്ങി മേളിലോട്ട് പോകാം ഗൈസ്. അപ്പൊ ഗ്രാനി ഇങ്ങോട്ട് വരും. ആ സമയത്താണ് നമ്മൾ കയറി മേളിൽ പോവുക, സ്പൈഡർ കീ കളക്ട് ചെയ്യുക. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്ത് നിൽക്കാം ഇവിടെ. ഗ്രാനി വരട്ടെ അങ്ങോട്ട്. ഓക്കെ, നമുക്ക് നേരെ പോയി നമ്മുടെ സ്പൈഡർ കീ കളക്ട് ചെയ്യാം. To play hide and seek. ഈ അമ്മച്ചി പെട്ടെന്ന് മേളിലോട്ട് കയറി വരുന്നുണ്ട് കേട്ടാ. ഇതുണ്ട് ഇവിടെ വന്ന് ഓൾറെഡി. അതെങ്ങനെ ഇത്ര പെട്ടെന്ന് വരുന്നേ? ഓക്കെ, സ്പൈഡർ കീ നമുക്ക് യൂസ് ചെയ്യാം ഗൈസ്. നമ്മുടെ ആഞ്ചുകുട്ടിയുടെ അടുത്തോട്ട് പോവാം നമുക്ക്. Do you want to play hide and seek? ഒരുമാതിരി അവാർഡ് പോലെ സംസാരിക്കണേ. ഓക്കെ, വന്നു ഗ്രാനി അമ്മച്ചി ഗ്രാനിക്ക് നല്ല സ്പീഡുള്ള തോന്നണല്ലേ. തോന്നണായിരിക്കും അല്ലേ. അമ്മച്ചി നോക്കാക്കി ഇടാൻ. ഇവിടെ കൊണ്ടുപോയി ബിയർ ട്രാപ്പ് വെച്ചേക്കാണ് കൊച്ചു തള്ള. ഷോട്ട് ഗണ്ണിന്റെ ഒരു പാർട്ട് കൂടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അസംബിൾ ചെയ്യാം. എന്ത് പറയാ. ഓക്കെ, നമ്മുടെ റൂം കോഡ് ഇവിടെ ഉണ്ട്. അത് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ,
ലെറ്റ്സ് ഗോ. ഓക്കെ, ഇനി നമുക്ക് നേരെ ഈ ഇറച്ചിക്കുട്ടനെ ഇവനെ താഴെ ഇടരുത്. ഇവന് താഴെ ഇട്ടാൽ വലിയ പള്ളിയാണ്, അവൻ ഒച്ച ഉണ്ടാക്കും. അല്ലേ തന്നെ അവൻ ഒച്ച ഉണ്ടാക്കും. ഇവിടെ ഈ നിരാശ മാത്രം, ഇതിനകത്തൊന്നും ഇല്ല. ഓക്കെ, ഇതിനകത്ത് ഇപ്രാവശ്യം എന്താണ് കോഗ് വീല് നമ്മൾ എവിടെ ഉപയോഗിക്കേണ്ടത് നമുക്കറിയാം. ഓക്കെ, നമ്മുടെ റിമോട്ട് കൺട്രോൾ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടാ. ഈ ഫ്ലോറിന്റെ സൗണ്ട് കേട്ട് ഇപ്പൊ തള്ള വരും. അതിനു മുന്നേ നമുക്ക് നമ്മുടെ റിമോട്ട് കൺട്രോള് യൂസ് ചെയ്യാം. അമ്മച്ചിയുടെ ഫുഡ് സ്റ്റെപ്പ് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ. എവിടെ ഗ്രാനി എവിടെ? വേറെ അമ്മച്ചി ഇതിലെ ഫുഡ് സ്റ്റെപ്പ് കേൾക്കുന്നുണ്ട്. എവിടെ? ആ വരുന്നു, വരട്ടെ. അമ്മച്ചി മേലിലോട്ട് കയറിപ്പോയി. ആ ഓക്കെ, പീസ് ഓഫ് പെയിൻ. ഇതെന്ത് ബേർഡ് സീഡ്? ഓ ഗൈസ്, നമ്മുടെ ഷോട്ട് ഗണ്ണിന്റെ ഒരു പാർട്ട്. ഷോട്ട് ഗണ്ണിന്റെ ഒരു പാർട്ട് കേട്ടാ, ഒരു പാർട്ട് ഇതേ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് തൽക്കാലത്തേക്ക് ഇത് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇത് എടുക്കാം. അമ്മച്ചി ഇപ്പൊ വരും കേട്ടാ. ഷോട്ട് ഗൺ അസംബിൾ ചെയ്തിട്ട് നമുക്ക് പണി തുടങ്ങാം ഗൈസ്. നമുക്ക് മറ്റേ സാധനം വേണം, മറ്റേ ഫ്രീസ് ട്രാപ്പ് വേണം. ഫ്രീസ് ട്രാപ്പ് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന്. ഓക്കെ, നമുക്ക് ഇതുകൊണ്ട് അസംബിൾ ചെയ്യാൻ തുടങ്ങാം. എന്തെങ്കിലും ഒരു വെപ്പൺ ഇല്ലാതെ ഗ്രാനിയെ മാനേജ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് വെപ്പൺസ് അത്യാവശ്യമാണ്. സോ നമുക്ക് ആവശ്യമുള്ള പാർട്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഷോട്ട് ഗൺ ബിൽഡ് ചെയ്യാനായിട്ടുള്ളത്. സോ നമുക്ക് ഇനി പോയി ബിൽഡ് ചെയ്താണ്. അമ്മച്ചി വരുന്നുണ്ട് കേട്ടാ, ഗ്രാനി അമ്മച്ചി. Do you want to play hide and seek? അമ്മച്ചി കയറി പോയോ? ഇല്ലല്ലോ. പോയോ? പോയി അല്ല, കയറി പോയി. ഓക്കെ, ഇനി ഒരേ ഒരു പാർട്ട് കൂടെ നമുക്ക് അസംബിൾ ചെയ്താൽ ഷോട്ട് ഗൺ നമുക്ക് യൂസ് ചെയ്യാറാവും. ഷോട്ട് ഗണ്ണിന്റെ പാർട്സ് ഒക്കെ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോ ജസ്റ്റ് അസംബിൾ ചെയ്യാം, ദാറ്റ്സ് ഇറ്റ്. എന്താണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ടഫായിട്ട് എല്ലാ സാധനങ്ങളും ഒപ്പിച്ചിരിക്കണം കേട്ടോ ഇപ്രാവശ്യം. അപ്പോൾ അതിൻ്റെ ഒരു യൂസ് ഉണ്ട്, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ബാക്കി ഐറ്റംസ് ആയിരിക്കും ചിലപ്പോൾ ടഫ് കണ്ടുപിടിക്കാൻ. നോക്കാം ഗൈസ്. ഓക്കെ, നമ്മുടെ ആയുധം റെഡി ആയിട്ടുണ്ട്. ആയുധം വി ആർ റെഡി ഗൈസ്. ഓക്കെ, ഇതിനകത്ത് വല്ലതും ഉണ്ടോ? അതിനകത്ത് എന്താണ്? വെപ്പൺ കീ നമ്മുടെ മറ്റേ എന്താണ് ഇവിടെ ആരോ ക്രോസ്ബോ യൂസ് ചെയ്യണ സാധനം. സോ നമുക്കത് വെപ്പൺ കീ എടുത്തുകൊണ്ട് വരാം. ഇവിടെ ഇരിക്കട്ടെ. വെപ്പൺസ് എല്ലാം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് താഴെ പോയി ഫ്രീസ് ട്രാപ്പ് കൂടെ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി വന്നു. അമ്മച്ചി കണ്ടില്ല നമ്മളെ, തള്ളക്ക് ബോധമില്ലല്ലേ? പുള്ളിക്കാരി കണ്ടില്ല, പുള്ളിക്കാരി താഴോട്ടാണ് പോയത് നേരെ. അപ്പം ഒരു ഉണ്ട നമുക്ക് അമ്മച്ചിക്ക് വേണ്ടി മാറ്റി വെക്കാം. കയറി വരട്ടെ.
കയറി വരട്ടെ, കയറി വരട്ടെ. ഒരെണ്ണം പൊട്ടിച്ചിട്ട് നമുക്ക് ഇവിടെ ഇടാം സാധനം. ഒരെണ്ണം ഓക്കേ. അമ്മച്ചിക്കുള്ള കിടക്കണ കിടപ്പുണ്ട. വലിയ ഗ്രാനിയാണ്. ഓക്കെ ഗൈസ്, നമുക്ക് വെപ്പൺ കീ കിട്ടിയിട്ടുണ്ട്. വെപ്പൺ കീ പോയി കണക്ട് ചെയ്യാം. ഓക്കെ, വെപ്പൺ കീ കളക്ട് ചെയ്തു. ഇനി നമുക്ക് നേരെ പോയി വെപ്പൺ കീ യൂസ് ചെയ്യേണ്ടത് മേളിലുള്ള ഒരു സേഫിലാണ്. അങ്ങോട്ട് യൂസ് ചെയ്യാൻ വേണ്ടി തള്ള നമ്മുടെ ക്രോസ് ബോ ഇതിനകത്താണ് ഇരിക്കണേ. നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്നത് പോലെ തന്നെ അതിന്റെ ബുള്ളറ്റ്സും എല്ലാം നമുക്ക് ഇവിടെ തന്നെ അതിന്റെ ലോഡ് ചെയ്യാം. നമ്മുടെ അമ്മച്ചി വരാൻ സമയമായിട്ടുണ്ട് കേട്ടാ. ഞാൻ എണീക്കാൻ സമയമായിട്ടുണ്ട്. അതിന് മുന്നേ നമുക്ക് നമ്മുടെ ഫ്രീ സ്റ്റാഫ് വെയിറ്റ് ചെയ്യണം. ഫ്രീ സ്റ്റാഫ് താഴെയുണ്ട്, എടുക്കണം. ഫ്രീ സ്റ്റാഫ് എടുത്താൽ നമുക്ക് ആവശ്യത്തിനുള്ള വെപ്പൺസ് ഒക്കെ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അമ്മച്ചീനെ ഒരെണ്ണം കൊടുക്കാം. അമ്മച്ചിയുടെ ഒരെണ്ണം കൊടുക്കാം. അമ്മച്ചി എവിടെ? എന്നിട്ട് മേളിൽ നിന്ന് നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുക്കാം. ഓക്കെ, അമ്മച്ചിക്ക് കൊടുത്തിട്ടുണ്ട്. അമ്മച്ചി അതിന്റെ നെഞ്ചത്താണോ? ഇത് കടിക്കും കേട്ടോ, ഈ തള്ള പ്രശ്നമാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇങ്ങനെ വന്നതാണ്. നമുക്ക് ആ റിസ്ക് എടുക്കാൻ പറ്റൂല. ഓക്കെ, നമുക്ക് മേളില് സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. സ്ക്രൂ ഡ്രൈവർ അടിച്ച് താഴെ ഇടാം. ഓക്കെ, ഒരു തവണ വീണില്ല. ചേടാ, ഇതെന്തൊരു എന്താടാ വീഴാത്ത? ഇത് ഒന്നുകൂടെ നോക്കാം. ഷോട്ട് ഗണ്ണിന്റെ അത്ര പവർ ഇല്ല. യെസ് ഗൈസ്, സ്ക്രൂ ഡ്രൈവർ കളക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ വെപ്പൺ ഇവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാം. ആൻഡ് ഫൈനലി നമുക്ക് നമ്മുടെ സ്ക്രൂ ഡ്രൈവർ കളക്ട് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഡയറക്റ്റ് പോയി യൂസ് ചെയ്യാം. താഴെ ഒരു യൂസ് ഉണ്ട് സ്ക്രൂ ഡ്രൈവറിന്റെ. അതുപോലെ തന്നെ നമ്മുടെ പുറത്തും ഒരു യൂസ് ഉണ്ട്, അവിടെയും കൊണ്ട് യൂസ് ചെയ്യാം. സോ ഇതിനകത്ത് എന്താണുള്ളതെന്ന് പാഡ്ലോക്ക് കീ. പൊളി എന്റെ മോനെ, പാഡ്ലോക്ക് കീ നമുക്ക് ഇതുവരെയുള്ള ഗെയിം പ്ലേസിൽ കിട്ടാത്തൊരു ഐറ്റമാണിത്. പാഡ്ലോക്ക് കീ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റെസ്റ്റി പാഡ്ലോക്ക് കീ കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചത് ആ റെസ്റ്റി പാഡ്ലോക്ക് കീ യൂസ് ചെയ്തിട്ടാണ് സംഭവം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടേണ്ടതെന്നാണ്. പക്ഷേ അതല്ലായിരുന്നു. അത് നമ്മുടെ ആഞ്ചുകുട്ടൻ്റെ അടുത്ത് യൂസ് ചെയ്യേണ്ടതാണ് റെസ്റ്റി പാഡ്ലോക്ക്. അമ്മച്ചി താഴോട്ട് പോയിട്ടുണ്ട്. അമ്മച്ചി എണീറ്റ് നടക്കാൻ അനുവദിക്കാൻ പാടില്ല. നമുക്ക് ഈ ബാറ്ററി കൊണ്ടുപോയി കണക്ട് ചെയ്യാം. അതിൻ്റെ കൂടെ അമ്മച്ചിക്കിട്ട് ഒരു ബോംബ്. ഓക്കെ, നമ്മുടെ ക്രോസ് ബോ അവിടെ ഇരിപ്പുണ്ടല്ലോ. സോ നമുക്ക് അമ്മച്ചിക്കിട്ട് പണിയാം. ഇവിടുത്തെ ഇനിയും ഒരുപാട് എലമെന്റ്സ് കളക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിനകത്തൊക്കെ എന്തൊക്കെ കാണും. എനിവേ, നമ്മുടെ അമ്മച്ചി താഴോട്ട് പോയിട്ടുണ്ട്. വരുന്നുണ്ട്. വരട്ടെ വരട്ടെ വരട്ടെ. ഗ്രാനി നല്ല വേഗത്തിലാണ് വരുന്നത്. എന്ത് കളിയാണിത്? എന്താണിത് ഇങ്ങനെ? ഗ്രാനിക്ക് എന്താ ഇത്ര വേഗത? നമ്മൾ നോർമൽ മോഡിലല്ലേ ഇപ്പോഴും കളിക്കുന്നത്. ഓക്കെ, വരൂ ഗ്രാനി വരൂ. പെട്ടെന്ന് വരൂ. കുരുമുളക് തരാം. പെട്ടെന്ന് വരൂ.
ആദ്യം നമ്മൾ കുരുമുളക് കഷായം കൊടുക്കുക. അതിന് ശേഷം നമുക്ക് പിടിച്ച് തള്ള പിടിക്കും കേട്ടാ. അവിടെ നിൽക്കേണ്ടത് സേഫ് അല്ല. Do you want to play ആരൊക്കെ hide എടുക്കാൻ and തള്ള സമ്മതിക്കുന്നില്ല. seek? സൗണ്ട് വല്ലതും ഉണ്ടാക്കിയായിരുന്നോ നമ്മള്? തള്ള പിടിച്ച്. ഓക്കെ, ഇല്ല. ഗ്രാനി ഗോൺ ഫോർ 1 മിനിറ്റ്. അപ്പോൾ 1 മിനിറ്റ് എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രോസ് ബോ ഇവിടെ തന്നെ വെക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ പീസ് ഓഫ് പെയിൻറ്റിങ്സ് കളക്ട് ചെയ്ത് താഴെ കൊണ്ടുപോയി ബസ്സിൽ കൊണ്ടുപോയി വെക്കാം. നമുക്ക് ഒരു ദിവസം കൂടെ എക്സ്ട്രാ കിട്ടും ഗൈസ്. അത് വലിയ കാര്യമാണ്. ഓക്കെ, ഒരെണ്ണം വെച്ചു. പട്ടപ്പെടാമെന്നെല്ലാം ചെയ്യാം. കാരണം നമുക്ക് ഈ തള്ള എണീക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതെല്ലാം ചെയ്യാം. ഓക്കെ.